ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്യം 40-ാം സങ്കീർത്തനത്തിൽ നിന്ന് വായിക്കാം. 40-ാമത്തെ സങ്കീർത്തനം ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ദാവീദ് ഇങ്ങനെ പറയുന്നു: എൻ്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചയും പല പ്രിയപ്പെട്ടവര് ദൈവത്തിന്റെ ഹിതം, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നതിനെ കുറിച്ചാണ് സംസാരിച്ചത്. നമ്മൾ കേട്ടു. ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ അനുസരണമാണ്. നമ്മൾ പല കാര്യങ്ങളിൽ ദൈവത്തെ അനുസരിച്ച് ദൈവത്തിന് കീഴ്പ്പെട്ട് ജീവിക്കണം. അങ്ങനെ അനുസരിച്ച് കീഴ്പ്പെട്ട് ജീവിക്കുന്നത്, അതാണ് ദൈവത്തിന്റെ ഇഷ്ടം. അത് ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്നാണ് ഇവിടെ ദാവീദ് പറയുന്നത്. അത് മനസ്സിലായോ? ദാവീദ് എന്താ പറയുന്നത്? ദൈവമേ, അവിടുത്തെ ഇഷ്ടം ചെയ്യാൻ എനിക്കതിൻ്റെ അകത്ത് സന്തോഷമാവുള്ളത്, അതിൽ പ്രിയമാവുള്ളത്, എനിക്കതിൽ താല്പര്യമാവുള്ളത്. നമ്മെ സംബന്ധിച്ച് എങ്ങനെയാണ്? നമ്മെ സംബന്ധിച്ച് ചിലപ്പോ അതൊരു ഭാരമുള്ള ഒരു കാര്യമായിട്ടാണോ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യണം, അനുസരിക്കണം, കീഴടങ്ങണം, അതൊക്കെ ഒത്തിരി ഭാരമുള്ള ഒരു കാര്യം പോലാണോ നമുക്ക് തോന്നുന്നത്? ഇവിടെ ഇതാ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ ദൈവത്തെ അനുസരിക്കുന്നത്, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നത്, ദൈവത്തിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിറവേറ്റാൻ ഞാൻ ഒരുമ്പെടുന്നത് സന്തോഷത്തോടെയാ, പ്രിയത്തോടെയാ. ഒരു കുഞ്ഞ് ഐസ്ക്രീം കാണുമ്പം മോനെ ഐസ്ക്രീം തിന്നെന്ന് പറയുമ്പോൾ അവനത് ഭാരമാണോ? അല്ല, അവനത് സന്തോഷമോ. ഇവിടെ ഇതാ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാന് എനിക്ക് സന്തോഷമാണ്. ഞാനത് അല്ലാതെ എല്ലാവരും കൂടെ നിർബന്ധിച്ച് എങ്ങനെങ്കിലും അങ്ങ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ചെയ്ത് തീർക്കുന്ന ഒന്നല്ല എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ദൈവ വഴിയിൽ നടക്കുക? ഇപ്പോൾ നമ്മളെ ഒരു വാക്യം ഇപ്പോൾ നമ്മൾ ചിന്തിക്കുകയായിരുന്നു, താഴ്മയോടെ നടക്കുക, ദൈവത്തെ അനുസരിക്കുക. ഈ കാര്യങ്ങളൊക്കെ, ഇതല്ലാതെ മറ്റൊന്നും ദൈവം നമ്മളോട് ചോദിക്കുന്നില്ല. പക്ഷെ ഇതൊക്കെ ചെയ്യാൻ നമുക്ക് താല്പര്യമുണ്ടോ? നമുക്ക് സന്തോഷമുണ്ടോ? സന്തോഷത്തോടെ ചെയ്യാൻ കഴിയുന്നുണ്ടോ? അതോ ഒരു ഭാരം പോലെ ആണോ ചെയ്യുന്നത്? ഈ വാക്യത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താ? ദൈവത്തിന്റെ ഇഷ്ടം നമ്മൾ സന്തോഷത്തോടെ ചെയ്യുന്നവരായിരിക്കണം. എങ്ങനെയാ ഒരു കൽപ്പന അനുസരിക്കുന്നത്, സന്തോഷത്തോടെ അനുസരിക്കാൻ ഒക്കുന്നത്? അത് പ്രിയപ്പെട്ടവരെ, അതിൻ്റെ പിന്നിൽ നമുക്ക് പലപ്പോഴും വേണ്ടത് ഒരു സ്നേഹമാണ്. സ്നേഹമുണ്ടെങ്കിൽ അത് എളുപ്പമായിരിക്കും. ഒരു മോള്, ഒരു 7 വയസ്സുള്ള ഒരു മോള്, അവളുടെ ഇളയ ആങ്ങളെ, അവനും തന്നെ 5 വയസ്സുണ്ട്. 5 വയസ്സുള്ള ആ കുഞ്ഞിനെ 7 വയസ്സുകാരി എടുത്തോണ്ട് പോവുക. എടുത്തോണ്ട് കഷ്ടപ്പെട്ട് ആ കുഞ്ഞിനെ എടുത്തോണ്ട് റോഡേ കൂടെ നടന്നു പോയപ്പോ വഴി കണ്ട ഒരു അപ്പച്ചൻ ചോദിച്ചു, മോളെ, ഇത് വലിയ ഭാരമായില്ലേ? 5 വയസ്സുകാരൻ, നീ 7 വയസ്സേ ഉള്ളൂ. എളിയിലിരിക്കുന്ന കൊച്ചിന്റെ കാലൊക്കെ നിലത്ത് മുട്ടുന്നുമുണ്ട്. നീ വലിയ നിനക്ക് വലിയ ഭാരമായില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു, ഭാരമൊന്നുമില്ല, ഇതെന്റെ ആങ്ങളെയാ എന്ന് പറഞ്ഞു. മനസ്സിലായോ? ഭാരമില്ല, ഇതെന്റെ സഹോദരന്. എന്താ അവള് സത്യത്തിൽ ഭാരമില്ലേ? ഭാരമുണ്ട്. വളരെ കഷ്ടപ്പെട്ട് അവൾ എടുത്തുകൊണ്ട് നടക്കുന്നത്. പക്ഷെ അത് സ്വന്തം സഹോദരനായപ്പോ, ഇളയ ആങ്ങളെയായപ്പോ, അവള് സ്നേഹിക്കുന്ന അവളുടെ കൊച്ചനുജനായപ്പോൾ അവൾക്ക് എന്തില്ല? ആ ഭാരം അവൾക്ക് ഫീൽ ചെയ്യുന്നില്ല, അവൾക്ക് തോന്നുന്നില്ല. പ്രിയപ്പെട്ടവരെ, കൽപ്പനകളുടെ അനുസരണത്തിൽ പലപ്പോഴും ഈ നിലയിൽ ഒരു സ്നേഹം, നമുക്ക് ഈ കൽപ്പന തന്ന കർത്താവിനോടൊരു സ്നേഹം, കർത്താവിനോടൊരു ആ നിലയിലുള്ള ഒരു അടുപ്പം, ഒരു പ്രിയം നമുക്കുണ്ടെങ്കിൽ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുന്നത് എളുപ്പമായിരിക്കും. അമ്മമാരൊക്കെ വീടുകളില് കുഞ്ഞുങ്ങൾ 4 മണിക്ക് വരുമെന്ന് വെച്ച് കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്ത് തീർക്കുമ്പം നമ്മൾ വിചാരിക്കുന്ന അവർക്ക് വലിയ കഷ്ടപ്പാടാണെന്നാ. പക്ഷേ അവരുടെ കഷ്ടപ്പാടിനെ മധുരമാക്കി തീർക്കുന്നത് എന്താ? ഈ വരുന്ന 4 മണിക്ക് വിശന്ന് അമ്മയെന്ന് പറഞ്ഞ് ഓടി വരുന്ന
ഈ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള അവരോടുള്ള സ്നേഹം കൊണ്ടാണ് ഈ അമ്മ ജോലിയുടെ അധ്വാനം അറിയാതെ, ഭാരമറിയാതെ ആ പ്രവൃത്തി ചെയ്തു തീർക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ക്രിസ്തീയ ജീവിതം സന്തോഷമുള്ള ഒരു ജീവിതമായിരിക്കണം. അല്ലാതെ ഭാരപ്പെട്ട് എങ്ങനെങ്കിലും ഇത് ചെയ്തു തീർക്കണമല്ലോ, എങ്ങനെയും അനുസരിക്കണമല്ലോ, അനുസരിച്ചില്ലെങ്കിൽ ദൈവം ശിക്ഷിക്കുമോ എന്നൊക്കെ പേടിച്ചും ഭയപ്പെട്ടും ഭാരപ്പെട്ടും ക്രിസ്തീയ ജീവിതം നയിക്കണമെന്നല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമുക്ക് സന്തോഷത്തോടെ അവനെ അനുസരിക്കാൻ കഴിയും. നമുക്ക് അവനോട് സ്നേഹം ഉണ്ടായിരിക്കണം. ഇവിടെ ഇതാ 40-ാം സങ്കീർത്തനത്തില് നമ്മള് അതിന്റെ 6 മുതലുള്ള വാക്യങ്ങൾ, ഹനനയാകവും ഭോജനയാകവും നീ ഇച്ഛിച്ചില്ല, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു, ഹോമയാകവും പാപയാകവും നീ ചോദിച്ചില്ല, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, എന്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. ഈ വാക്യം പുതിയ നിയമത്തിൽ ഇത്രയും ഭാഗം ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ സങ്കീർത്തനത്തിൽ നിന്ന്, നമ്മളിപ്പോൾ വായിച്ച 40-ാം സങ്കീർത്തനത്തിൽ നിന്ന് എബ്രായ ലേഖനത്തില് ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 5 മുതല് ഉള്ള വാക്യങ്ങൾ, 7 വരെയുള്ള വാക്യങ്ങൾ നോക്കുക. അവിടെ ഹന്യയാകും വഴിപാട് നീ ഇച്ഛിച്ചില്ല എന്ന് പറഞ്ഞ് പുസ്തകച്ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറയുന്നു. ഇത് ഈ 40-ാം സങ്കീർത്തനത്തില് ദാവീദ് തന്നെ കുറിച്ച് പറഞ്ഞ ആ വാക്യങ്ങള് ഇവിടെ എബ്രായ ലേഖനത്തില് ആരെ കുറിച്ചായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? അവൻ പറയുന്നു, അതായത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതായിട്ടാണ് അതിന്റെ മുകളിലും താഴെയുള്ള ഭാഗങ്ങള്. യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗം, ഇതിനെക്കുറിച്ചൊക്കെയാണ് താഴെ പറയുന്നത്. ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ, 9-ാം വാക്യം, അതിന്റെ താഴെയുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ ഇതിനോട് ചേർത്ത് വായിച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് ഈ ഭാഗം എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ കർത്താവ് നമ്മളെ ആ നിലയില് നമുക്ക് വേണ്ടി രക്ഷണ്യ പ്രവൃത്തി ഒരുക്കിയത് അതെങ്ങനെയാ? വളരെ പാടുപെട്ട്. ഏതായാലും ഇവരെല്ലാം ഇങ്ങനെ തെറ്റിപ്പോയല്ലോ, പിതാവ് പറയുകയും ചെയ്തു, ഇവരെ എങ്ങനെങ്കിലും രക്ഷയിലേക്ക് കൊണ്ടുവരണമെന്ന് പറയുകയും ചെയ്തു. ഇനിയിപ്പോ എന്തോ ചെയ്യും? സ്വർഗത്തിൽ നല്ല സുഖമായിട്ടിരിക്കുകയായിരുന്നു, ഇവിടെ ഇരിക്കാനും ഒക്കുകയല്ല, ഇനി താഴെ പോയി ക്രൂശില് മരിക്കണം. അങ്ങനെ കഷ്ടപ്പെട്ടും ഭാരപ്പെട്ടും പഴി പറഞ്ഞുമാണോ യേശു ഭൂമിയിലേക്ക് വന്നത്? അങ്ങനെയാണോ? അങ്ങനെയല്ല. അവിടുന്ന് പിതാവ് ഏൽപ്പിച്ച ഈ കാര്യം സന്തോഷത്തോടെയാണ് ചെയ്തത് എന്ന് നമുക്ക് എങ്ങനെ അറിയാം? നമ്മൾ ഇവിടെ വായിച്ച 40-ാമത്തെ സങ്കീർത്തനത്തിലെ ഒരു കൊച്ചു വാക്യം ഇതിലേക്ക് സൂചന തരുന്ന ഒരു വാക്യമാണ്. 40-ാം സങ്കീർത്തനം 6-ന്റെ 2-ാമത്തെ ഭാഗം, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു. നമ്മൾ ഇംഗ്ലീഷിൽ ഇപ്പോൾ ഉള്ള പുതിയ ചില വേർഷനിൽ വായിച്ചാല് നീ എൻ്റെ ചെവികളെ തുറന്നിരിക്കുന്നു, ദൈവത്തിന്റെ കൽപ്പന കേൾക്കാൻ എൻ്റെ ചെവിയെ ആ നിലയിൽ തുറന്നിരിക്കുന്നു എന്ന മട്ടിലൊക്കെയാണ് പുതിയ ചില വേർഷനിൽ നമ്മൾ കാണുന്നത്. എന്നാൽ മലയാളത്തിലെ ഈ ട്രാൻസ്ലേഷൻ അതിന്റെ മൂലഭാഷയിലെ ആ വാക്യത്തോട് വളരെ ചേർന്ന് പോകുന്ന വളരെ മനോഹരമായ ഒരു പ്രയോഗമാണ്. എന്നാൽ അങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ? നീ ചെവിയെ എനിക്ക് തുളച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവ് പറയുക, കർത്താവിനെ കുറിച്ചുള്ള വാക്യമാണെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് പറയുക, നീ ചെവിയെ എനിക്ക് തുളച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയില്ല. പ്രിയപ്പെട്ടവരെ, ഈ യഹൂദന്മാരുടെ അവരുടെ നാട്ടില് ആ ന്യായപ്രമാണത്തിന്റെ ഭാഗമായിട്ട് അവരനുഷ്ഠിച്ചിരുന്ന ഒരു പ്രത്യേക സമ്പ്രദായത്തെ കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടെങ്കിലേ നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, ശരിയായ അർത്ഥം നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇവിടെ നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കണമെങ്കിൽ
നമ്മൾ പുറപ്പാട് പുസ്തകത്തിലേക്ക് പോകണം. പുറപ്പാട് പുസ്തകം 21-ാമത്തെ അധ്യായം. 21-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ ഏകദേശം 6 വാക്യങ്ങൾ നമ്മൾ വായിച്ചാല് ഇതെന്താ ചെവിയെ തുളയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ. 6 വാക്യം നമുക്ക് മുഴുവൻ വായിക്കാനായിട്ട് സമയമില്ല. അതിന്റെ ചുരുക്കം ഞാൻ ഇങ്ങനെ പറയാം. ഒരു യഹൂദൻ, ഒരു എബ്രായ ദാസൻ, അവന് തന്റെ യജമാനന്റെ കീഴില് അവന് ജോലി ചെയ്യുകയാണെന്നിരിക്കട്ടെ. ഇവന് ഈ യജമാനന്റെ കീഴിൽ ഈ യഹൂദാദാസൻ, എബ്രായ ദാസൻ ജോലി ചെയ്യുകയാണ്. അവൻ ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ എന്തോ വേണം? ഇവിടെ ന്യായപ്രമാണം പറയുന്നു, അവനെ 6 വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവനെ 7-ാമത്തെ വർഷത്തിൽ അവനെ എന്ത് വേണം? അവനെ സ്വതന്ത്രനായിട്ട് വിട്ടയക്കണം. 6 വർഷം ജോലി കഴിഞ്ഞാൽ 7-ാം വർഷം അവനെ സ്വതന്ത്രനായിട്ട് വിട്ടയക്കണം. സത്യത്തില് ഈ എബ്രായദാസന്, ഈ യജമാന് വലിയൊരു തുക വല്ലതും കൊടുക്കാനുണ്ടായിരിക്കും. ആ വലിയ തുക കൊടുക്കാനുള്ളത് കൊണ്ട് പല വർഷങ്ങള് ഒരു അടിമയെ പോലെ ഈ ദാസൻ അവിടെ ജോലി ചെയ്യണം. പക്ഷേ ഇവൻ എബ്രായദാസനാണെങ്കിൽ, യഹൂദനാണെങ്കിൽ, ഈ യഹൂദ യജമാനൻ എന്തോ ചെയ്യണം? 6 വർഷം കഴിഞ്ഞ് 7-ാമത്തെ വർഷം അവനെ സ്വതന്ത്രനായിട്ട് വിടണം. മനസ്സിലായോ? അവന്റെ വിമോചന വർഷം അവനെ വിട്ടയക്കണം. അല്ലാതെ അതിൽ കൂടുതൽ അവനെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കരുത് എന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എന്നാൽ ഇവൻ ഈ യജമാനന്റെ വീട്ടിൽ 6 വർഷം ഇങ്ങനെ ജോലി ചെയ്ത് ജീവിക്കുമ്പോ, അവന് അങ്ങനെ ജീവിക്കുന്നതിനിടയില് ഈ യജമാനന്റെ വീട്ടിൽ തന്നെ ഉള്ള ഒരു ദാസിയെ വല്ലതും ഈ യജമാനൻ അവന് ഭാര്യയായി കൊടുത്തു എന്നിരിക്കട്ടെ. ഭാര്യയായി കൊടുത്തു. അവന് ഭാര്യയും കൂടെ രണ്ടുപേരും, ദാസനും അവന്റെ ഭാര്യയായ ദാസിയും രണ്ടുപേരും കൂടെ യജമാനനെ അങ്ങനെ ആ നിലയിൽ സേവിച്ചു വരിക. സേവിച്ചു വരുമ്പം 7-ാമത്തെ വർഷത്തിൽ ഇവൻ എന്തോ വേണം? ഇവനെ സ്വതന്ത്രനായിട്ട് വിട്ടയക്കാം. ഇവൻ പൊക്കോ, നീ പൊക്കോ എന്ന് പറയുക. നീ സ്വതന്ത്രനാണ്, 6 വർഷം നീ എനിക്ക് ജോലി ചെയ്തല്ലോ, നിന്റെ ജോലി കണക്കെടുത്ത് 7-ാം വർഷത്തിൽ നിന്നെ സ്വതന്ത്രനായിട്ട് വിടണമെന്ന് ന്യായപ്രമാണം പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിന്നെ സ്വതന്ത്രനായിട്ട് വിടുകയാണ് എന്ന് യജമാനൻ വിളിച്ചു പറയുന്നു. അപ്പൊ അവൻ ചോദിക്കുക, അപ്പൊ ഞാൻ ഇവിടെ ഇന്നാൾ ഈ 6 വർഷം ജീവിച്ചതിനിടയിൽ എനിക്ക് ഈ വീട്ടിൽ നിന്ന് ഒരു ഭാര്യയും ആ ഭാര്യയിലെ കുറച്ച് കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അവരെ കൂടെ ഞാൻ കൊണ്ടുപോട്ടെ എന്ന് ചോദിച്ചാൽ ഇവിടെ എന്താ? അതിന്റെ 4-ാമത്തെ വാക്യം, അവന്റെ യജമാനൻ അവന് ഭാര്യയെ കൊടുക്കുകയും അവൾ അവന് പുത്രന്മാരെയോ പുത്രിമാരെയോ പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാര്യയും മക്കളും യജമാനനിരിക്കണം, അവൻ ഏകനായി പോകണം. കണ്ടോ അന്നത്തെ ഒരു രീതി? കണ്ടോ? നിങ്ങള് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താ പറഞ്ഞത്? ഈ ദാസൻ അവൻ 6 വർഷം ജോലി ചെയ്ത് 7-ാം വർഷത്തിൽ അവനെ വിട്ടയക്കുന്നു. പക്ഷേ അവന്റെ ഭാര്യയും മക്കളെയും വിട്ടയക്കുകയില്ല. യജമാനനെ വിട്ടയക്കണ്ട. അപ്പോ ഈ ദാസൻ ഒരളവിൽ വിഷമത്തിലായി. എന്താ വിഷമം? സ്വാതന്ത്ര്യം കിട്ടുന്നത് അവന് താല്പര്യമാണ്. ഈ യജമാന്റെ വീട്ടിൽ അടിമയെ പോലെ പിന്നെ പണി ചെയ്യാൻ അവന് താല്പര്യമില്ല. പോകുന്നതാണ് അവന് സന്തോഷം. പക്ഷെ പോയാൽ എന്തോ പറ്റും? അവന് ഇവിടെ ജീവിക്കുമ്പോ ഈ യജമാനൻ അവനൊരു ഭാര്യയെ കൊടുത്തിരുന്നു. ആ ഭാര്യയിലെ കുറച്ച് കുട്ടികളുമുണ്ട്, പുത്രന്മാരും പുത്രിമാരും ഉണ്ട്. ഈ ഭാര്യയെയും പുത്രിപുത്രന്മാരെയും ഈ വീട്ടിൽ വിട്ടിട്ട് ഒറ്റയ്ക്ക് വേണം പോകാൻ. ഇവനാകെ വിഷമത്തിലാകും അല്ലേ? നമ്മള് ഈ ദാസന്റെ സ്ഥാനത്ത് നമ്മളെ ഒന്ന് സങ്കല്പിച്ച് നോക്കുക. നമ്മളൊരു കമ്പനിയിൽ ജോലി ചെയ്യുന്നു, 6 വർഷം അവിടെ ജോലി ചെയ്തു, 7-ാം വർഷം വിടുന്നുണ്ട്, വീട് വിട്ടു പോകണം, ഭാര്യയും കുട്ടികളെയും കൊണ്ടുപോകാൻ ഒക്കുകയില്ല എന്ന് പറഞ്ഞാൽ എന്നാ പിന്നെ ഈ സ്വാതന്ത്ര്യം എന്തിനാ? ഇതാ നോക്കുക, അവന്റെ നമ്മൾ ഇതിന്റെ 5-ാമത്തെ വാക്യം, പുറപ്പാട് പുസ്തകം 21-ന്റെ 5-ാമത്തെ വാക്യം, എന്നാൽ ഈ ദാസൻ പറയുക, നീ പൊക്കോ, നിനക്ക് സ്വതന്ത്രനായിട്ട് പോകാം, നീ ഇത്രയും നാൾ അടിമയല്ലായിരുന്നോ,
നിനക്ക് നിന്റെ സ്വാതന്ത്ര്യം പോലെ, നിന്റെ ഇഷ്ടം പോലെ ഈ സ്വതന്ത്ര ലോകത്തേക്ക് പൊക്കോ എന്ന് പറഞ്ഞ് യജമാനൻ പറഞ്ഞു വിടുമ്പം അവൻ പറയുക, എന്നാൽ ദാസൻ, ഞാൻ എൻ്റെ യജമാനനെയും എൻ്റെ ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുന്നു, ഞാൻ സ്വതന്ത്രനായി പോവുകയില്ല എന്ന് തീർത്തു പറഞ്ഞാൽ, അവനപ്പം പൊയ്ക്കോളാൻ പറഞ്ഞ യജമാനോട് പറയാം, യജമാനെ ഞാൻ പോകുന്നില്ല, എനിക്ക് സ്വാതന്ത്ര്യം വേണ്ട, എനിക്ക് സ്വാതന്ത്ര്യം വേണ്ട, ഞാൻ യജമാനന്റെ വീട്ടിൽ തന്നെ 6 വർഷം അടിമയെ പോലെ ജീവിച്ചതുപോലെ ഇനിയും ജീവിച്ചോളാം, എനിക്ക് എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളെയും വിട്ടു പിരിയാൻ എനിക്ക് താല്പര്യമില്ല, പോരെങ്കിൽ എൻ്റെ യജമാനനോടും എനിക്ക് സ്നേഹമാണ്, യജമാനൻ നല്ല യജമാനാ, അതുകൊണ്ട് ഇവൻ പോകാതിരിക്കുന്നതിനുള്ള കാരണങ്ങൾ പറയുക, ഞാൻ എൻ്റെ യജമാനെയും എൻ്റെ ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുന്നു. നിങ്ങളോടൊക്കെയുള്ള സ്നേഹം വെച്ച് നോക്കിയാൽ, നിങ്ങളോടുള്ള സ്നേഹം ത്രാസിന്റെ ഒരു തട്ടി വെച്ചേക്കുന്നു, മറുതട്ടില് സ്വാതന്ത്ര്യമായിട്ട് പോകാം. ഈ 2 തട്ടിൽ ഓരോന്ന് വെച്ചേക്കുമ്പം ദാസൻ പറയുക, നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ തട്ടാണ് താണ് കിടക്കുന്നത്, അല്ലാതെ എൻ്റെ സ്വാതന്ത്ര്യമല്ല എനിക്ക് വലുത്, എനിക്ക് സ്വതന്ത്രനായിട്ട് പോകണ്ട, ഞാൻ ഈ വീട്ടിൽ തന്നെ വീണ്ടും ദാസനായിട്ട് നിന്നോളാം. അതിന് കാരണം എന്താ? ഞാൻ എൻ്റെ യജമാനെ, ഈ വീടിന്റെ ഉടമസ്ഥനെ ഞാൻ സ്നേഹിക്കുന്നു, മാത്രമല്ല എനിക്ക് ഇവിടുന്ന് കിട്ടിയ ഈ ഭാര്യയെയും അതിലെനിക്ക് പിറന്ന കുഞ്ഞുങ്ങളെയും ഞാൻ സ്നേഹിക്കുന്നു, അവരെ അനാഥമാക്കിയിട്ട് ഞാൻ പോവുകയില്ല എന്ന് ഇവൻ അങ്ങ് തീർത്ത് പറഞ്ഞാൽ, അന്നേരം ഒരു വകുപ്പുണ്ട്. ആ വകുപ്പാണ് നമ്മളിവിടെ വായിക്കുന്നത്. നമ്മൾ അതിൻ്റെ 6-ാമത്തെ വാക്യം, പുറപ്പാട് പുസ്തകം 21:6. അവൻ അങ്ങനെ തീർത്ത് പറഞ്ഞാൽ യജമാനൻ അവനെ ദൈവസന്നിധിയിൽ കൂട്ടിക്കൊണ്ട് ചെന്ന് കതകിന്റെയോ കട്ടിളക്കാലിന്റെയോ അടുക്കൽ നിർത്തിയിട്ട് സൂചി കൊണ്ട് അവന്റെ കാത് കുത്തിത്തുളയ്ക്കണം, പിന്നെ അവൻ എന്നേക്കും അവന് ദാസനായിരിക്കണം. കണ്ടോ, 40-ാം സങ്കീർത്തനത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ചെവിയെ തുളയ്ക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ഇവിടെ വെച്ചാണ് നമുക്കത് മനസ്സിലാകുന്നത്. ഇവൻ പറയുക, ഈ ദാസൻ പറയുക, ഞാന് യജമാനെ നിന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും സ്നേഹിക്കുന്നു, എനിക്ക് സ്വാതന്ത്ര്യം വേണ്ട, സ്വാതന്ത്ര്യം വേണ്ട എന്ന് തീർത്തു പറഞ്ഞാൽ ഈ യജമാനൻ എന്തോ വേണം? ഈ ദാസനെ കൊണ്ടുവന്ന് ആ വീടിന്റെ കതകിന്റെ അടുത്തോ കട്ടിളക്കാലിന്റെ അടുത്തോ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഒരു സൂചി എടുത്ത് ഇവന്റെ കാത് കുത്തി തുളയ്ക്കണം. കുത്തി തുളച്ചു കഴിഞ്ഞാൽ പിന്നീട് അവൻ ഒരിക്കലും സ്വതന്ത്രനായിട്ട് പോകാൻ ഒക്കുകയില്ല, പിന്നീട് അവൻ എന്നും ദാസനായിരിക്കണം. അപ്പോ നോക്കുക, കാത് തുളയ്ക്കപ്പെട്ട ഒരു ദാസൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവന് ഈ കഷ്ടപ്പാടും ഈ വിഷമവും ഒക്കെ സഹിക്കാൻ തയ്യാറാ. സഹിക്കുന്നത് അവന് വിഷമമാണോ? അല്ല, അവൻ ബോധപൂർവം അത് തെരഞ്ഞെടുത്തതാ. അവനെ സ്വാതന്ത്ര്യത്തിലേക്ക് വിടാൻ തയ്യാറായിരുന്നു, പക്ഷെ അവൻ ആ സ്വാതന്ത്ര്യം വേണ്ട, എനിക്ക് ഈ കഷ്ടപ്പാട് മതി, ഈ വീട്ടിലെ ദാസനായിട്ട് ഞാൻ നിന്നോളാം, അങ്ങനെ ഞാൻ ആ കഷ്ടപ്പാടും ഈ വീട്ടിലെ ദാസ്യത്വവും തെരഞ്ഞെടുത്തു എന്നുള്ളത് കാണിക്കുന്നതാണ് എൻ്റെ ചെവിയിലെ ഈ തുള, ചെവിയിൽ വന്നിട്ടുള്ള ഈ തുള. ഇത് യഹൂദന്മാരുടെ ഇടയിലെ ഒരു രീതിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വിചിത്രമായ കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? ഇങ്ങനെ ഒരിക്കൽ ചെവി തുളയ്ക്കപ്പെട്ട ദാസന് പിന്നീട് ഒരിക്കലും എന്തില്ല, 2 കൊല്ലം കഴിയുമ്പോൾ വിചാരിക്കുക, ഓ മണ്ടത്തരമാ കാണിച്ചത്, ഈ വീട്ടിൽ നിൽക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് പിന്നെ യജമാനന്റെ അടുത്ത് ചെല്ലുക, യജമാനെ എനിക്ക് പോണം, ഇന്നാളെ 6 വർഷം കഴിഞ്ഞപ്പോൾ എന്നെ വിടാൻ തോന്നിയതാണല്ലോ, ഞാൻ പിന്നെ 2 കൊല്ലം കൂടെ നിന്നു, ഇപ്പൊ ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിച്ചാൽ യജമാനൻ എന്ത് പറയും? പറ്റുകയില്ല. നീ നിന്റെ കണ്ണാടി പോയി നിന്റെ കാതൊന്ന് നോക്ക്, കാതിന് മറ്റ് ദാസന്മാർക്കില്ലാത്ത ഒരു തുളയുണ്ട്. ആ തുള കാണിക്കുന്നത് എന്താ? കാത് തുളച്ചിരിക്കുന്ന ദാസനാ നീ. കാത് തുളച്ചിരിക്കുന്ന ദാസനായതുകൊണ്ട് നിനക്കിനി സ്വാതന്ത്ര്യമില്ല, നീ ഇവിടെ തന്നെ തുടരണം എന്ന് ആ യജമാനൻ പറയും. പക്ഷേ അതാണ് കാത് തുളച്ച ദാസന്റെ കാര്യം. ഈ കാത് തുളച്ച ദാസൻ, പ്രിയപ്പെട്ടവരെ, നമ്മളെ ചിന്തിച്ചതുമായിട്ട് ചേർത്ത് നമുക്ക് ഇങ്ങനെ പറയാം, ഈ കാത് തുളയ്ക്കപ്പെട്ട ദാസൻ എന്തുകൊണ്ട് ഈ വീട്ടിൽ തന്നെ ദാസനായിട്ട് തുടർന്നു? ഈ വീട്ടിലെ ദാസ്യപ്രവൃത്തിയും
ഈ വീട്ടിലെ കഷ്ടപ്പാടുകളും പണികളും ഒക്കെ അവൻ എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു? അവന് അതിനൊരു കാരണമുണ്ട്. അതിനുള്ള കാരണമാണ് ഇവിടെ പുറപ്പാട് പുസ്തകം 21 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അതെന്താ? സ്നേഹം, യജമാനനോടുള്ള സ്നേഹം, സ്നേഹം, സ്വന്തം ഭാര്യയോടുള്ള സ്നേഹം, സ്നേഹം, ആ ഭാര്യയിൽ പിറന്ന പുത്രന്മാരോടുള്ള സ്നേഹം, സ്നേഹം, ആ ഭാര്യയിൽ പിറന്ന പുത്രിമാരോടുള്ള സ്നേഹം. കണ്ടോ? ഈ കാര്യത്തെ മുഴുവൻ വ്യത്യാസമാക്കുന്നത് എന്താ? സ്നേഹമാ. എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും എന്റെ പ്രിയപ്പെട്ട യജമാനനും ഇവിടെ. എനിക്ക് അവരോടുള്ള സ്നേഹം ഉള്ളത് കൊണ്ട് ഈ വീട്ടിലെ കഷ്ടപ്പാടോ ജോലിയോ ഒന്നും എനിക്ക് പ്രശ്നമല്ലെന്നാണ് കാതു തുളയ്ക്കപ്പെട്ട, യഥാർത്ഥത്തിൽ ആ പ്രതിബദ്ധതയോടെ കാതു തുളയ്ക്കപ്പെട്ട പ്രതിബദ്ധതയുള്ള ആ ദാസൻ, ആ നിലയിൽ കമ്മിറ്റ്മെന്റ് ഉള്ള ആ ദാസൻ വാക്കും ഭാഷണവും കൂടാതെ അവന്റെ തുളയ്ക്കപ്പെട്ട കാത് ആ കാര്യമാണ് ലോകത്തോട് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മള് ഈ വാക്യം വായിച്ചപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? ഇത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വാക്യമാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തില് അത് 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ എടുത്തുദ്ധരിക്കുമ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ് എന്ന് പറയുമ്പം യേശുവിന്റെ കാത് തുളച്ചു, അല്ലെങ്കിൽ യേശു കാത് തുളയ്ക്കപ്പെട്ട ഒരു ദാസനെ പോലെ താൻ എവിടെ വെച്ചായി തീർന്നത് എന്നുള്ള ചോദ്യം വരുന്നു. ഇല്ലേ? നിങ്ങളുടെ ഹൃദയത്തിൽ ആ ചോദ്യം വരുന്നില്ലേ? കർത്താവ് എങ്ങനെയാ കാത് തുളയ്ക്കപ്പെട്ട ഒരു ദാസനായത്? അവൻ ഏത് ദാസ്യത്വമാണ് എടുത്തത്? ഏത് ദാസ്യത്വമാണ് സ്വയം ഏറ്റെടുത്തത്? അതും സ്നേഹത്തിൽ ഏറ്റെടുത്തത് എന്ന് മാത്രമല്ല, ആ ദാസ്യത്വം ഇനി ഒരിക്കലും വിട്ടുകളയാനും ഒക്കുകയില്ല. അങ്ങനെ യേശു ചെയ്തത് എന്താണ്? എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ പ്രിയപ്പെട്ടവരെ? ഞാൻ തന്നെ മറുപടി പറയാം. അതായത് ഈ കർത്താവായ യേശു, നമുക്ക് പല പശ്ചാത്തലത്തിലുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് എന്ന് എനിക്കറിയാം. എങ്കിലും പുതുതായി വന്നിട്ടുള്ളവരുൾപ്പെടെ ഉള്ളവര് നമ്മള് ത്രിയേക ദൈവത്തെയാണ് ആരാധിക്കുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ 3 പേർ, ആ 3 പേര് സാരാംശത്തിൽ ഒന്നായിരിക്കുന്ന ആ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ആ ഉപദേശം നിങ്ങൾക്കറിയാം എന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ഉള്ളപ്പോ തന്നെ ഇതിൽ രണ്ടാമനാണ് പുത്രൻ തമ്പുരാൻ, യേശു കർത്താവ്. ഈ യേശു കർത്താവ് എന്ത് ചെയ്തു? യേശു കർത്താവ് ദാസനായി മാറി എന്നെവിടെ എഴുതിയിരിക്കുന്നു? നമ്മള് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം നമുക്ക് വളരെ പരിചിതമായ വാക്യമാണ്. അവിടെ യേശു ദാസനായ കാര്യം പറയുന്നുണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോ 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം മുതൽ അതിന്റെ അല്ലെങ്കിൽ 6-ാമത്തെ വാക്യം മുതൽ, അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. യേശു ദാസനായ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ യേശു നേരത്തെ എന്തല്ലായിരുന്നു? യേശു നേരത്തെ ദാസനല്ലായിരുന്നു. എന്തുകൊണ്ടാണ് താൻ ദാസ്യത്വം എടുത്തത്? ക്രൂശിൽ വന്ന് നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മരിക്കാനായിട്ടാണ് യേശു ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു എന്ന് ഫിലിപ്പിയർ 2-ാം അധ്യായം 5-6 വാക്യങ്ങൾ നമ്മളിപ്പോൾ വായിച്ചല്ലോ. എന്താ ഇവിടെ നടന്നത്? ഇവിടെ നടന്നത് നമുക്കറിയാം. ഏദൻ തോട്ടത്തില് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ച് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കെ പിശാച് എന്ത് ചെയ്തു? പിശാച് വന്ന് ഹവ്വായെ വഞ്ചിച്ച് ദൈവകൽപ്പനയ്ക്ക് എതിരായി പോയി. ലോകത്തിൽ പാപം വന്നു, മാനവരാശിയിലെ പാപം വന്നു. അങ്ങനെ പാപത്തിൽ ഈ ലോകം വീണുപോയി. മനുഷ്യര് മുഴുവൻ ഒരു
ഒരു പ്രതീക്ഷയില്ലാതെ വണ്ണം ഈ പാപത്തിൽ വീണു പോയപ്പോൾ ദൈവം എന്തോ ചെയ്തു? ദൈവം ഒരു മനുഷ്യനെ, അബ്രഹാം എന്നൊരു മനുഷ്യനെ തെരഞ്ഞെടുത്തു. അബ്രഹാമിന്റെ സന്തതി പരമ്പരയിലൂടെ ഒരു ജനത്തെ, ഇസ്രായേലിനെ തെരഞ്ഞെടുത്തു. അവരിലൂടെ ന്യായപ്രമാണമൊക്കെ അവർക്ക് നൽകി. അങ്ങനെ രക്ഷ മാനവരാശിക്ക് കൊണ്ടുവരാമെന്ന് താന് ആ നിലയില് ചിന്തിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ പുതിയ നിയമത്തിന്റെ തുടക്കത്തിൽ ദൈവം എന്തോ ചെയ്തു? അതിനേക്കാളും ഈ ലോകത്തിന്റെ മുഴുവൻ, മാനവരാശിയുടെ മുഴുവൻ പാപം ഏറ്റെടുക്കാൻ തൻ്റെ പുത്രനെ തന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ആ പുത്രൻ തമ്പുരാൻ മറിയയുടെ മകനായിട്ട് ഈ ഭൂമിയിൽ ജനിച്ചു. അവിടുന്ന് 33 വർഷം ആ നിലയില് താന് ജീവിച്ചു. ഒടുവിലത്തെ 3.5 വർഷം പരസ്യ ശുശ്രൂഷയൊക്കെ ചെയ്തു. നമുക്കറിയാം. സുവിശേഷത്തിന്റെ ചുരുക്കമാണ് ഞാൻ പറയുന്നത്. ഒടുവിൽ എന്ത് ചെയ്തു? കാൽവറി ക്രൂശിൽ അവിടുന്ന് മരിച്ചു. ഇങ്ങനെ യേശു മാനവരാശിയുടെ പാപത്തിന് പരിഹാരം വരുത്താനായിട്ട് ഭൂമിയിൽ വന്ന ആ കാലഘട്ടത്തെ എന്താ നമ്മൾ ഫിലിപ്പി ലേഖനത്തിൽ വായിച്ചത്? അവൻ ദാസരൂപം എടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി. ഈ കാര്യമാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഈ ദാസരൂപം എന്ന് പറയുന്നത് എന്താ? മനുഷ്യത്വമാണ്. നമ്മൾ ഫിലിപ്പി ലേഖനത്തിൽ വായിച്ചല്ലോ, ദാസരൂപം എടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി. അവിടുന്ന് കർത്താവായ യേശുക്രിസ്തു അവിടുന്ന് പൂർണ്ണ ദൈവമായിരിക്കെ ഈ ഭൂമിയിലേക്ക് വന്ന് അവിടുന്ന് പൂർണ്ണ മനുഷ്യനുമായി തീർന്നു. അപ്പൊ തന്നെ ഇവിടെ ഭൂമിയില് യേശു ജീവിച്ചപ്പം അവിടുന്ന് 2 കാര്യങ്ങൾ തന്നിലുണ്ട്. എന്താ 2 കാര്യങ്ങൾ? ഒന്ന്, അവിടുന്ന് പൂർണ്ണ ദൈവമാണ്. ദൈവത്വത്തെ മാറ്റി നിർത്താൻ തനിക്കൊക്കെയില്ല, പൂർണ്ണ ദൈവമാണ്. അപ്പോൾ തന്നെ അവിടുന്ന് എന്തോ ചെയ്തു? മനുഷ്യ സാദൃശ്യത്തിലായി, പൂർണ്ണ മനുഷ്യനായെങ്കിലും മറ്റു മനുഷ്യരുടെ പാപം ഒന്നും കർത്താവിലില്ല. പാപത്തിന്റെ ഒരു ലാഞ്ചന പോലും ഇല്ലാത്ത പൂർണ്ണ മനുഷ്യത്വമാണ് കർത്താവ് സ്വീകരിച്ചത്. അപ്പൊ പൂർണ്ണ ദൈവം, പൂർണ്ണ മനുഷ്യൻ. ഇങ്ങനെയാണ് കർത്താവ് ഭൂമിയിലായിരുന്നു. അവിടുന്ന് ആ നിലയില് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് കാൽവറി ക്രൂശിൽ മരിച്ചു. പ്രിയപ്പെട്ടവരെ, കാൽവറി ക്രൂശിൽ മരിച്ച് ഈ കാര്യങ്ങൾ ചെയ്തു തീർത്ത ശേഷം, മനുഷ്യന്റെ രക്ഷ ഉറപ്പുവരുത്തിയ ശേഷം കർത്താവ് മടങ്ങിപ്പോകുന്ന ആ ഭാഗം നിങ്ങൾക്കറിയാം. നമ്മൾ കാണുന്നുണ്ട് അപ്പോസ്തല പ്രവൃത്തി. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ കർത്താവ് മടങ്ങിപ്പോവുകയാണ്. താന് കാൽവറി ക്രൂശിൽ മരിച്ചു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, ശിഷ്യന്മാർക്ക് പല ദിവസങ്ങൾ പ്രത്യക്ഷനായി. അതിനുശേഷം കർത്താവ് മടങ്ങിപ്പോകുന്നു. കർത്താവ് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ ആ മലയിൽ നിന്ന് കർത്താവ് ഉയരത്തിലേക്ക് കർത്താവ് പോകുമ്പോ ഇവിടെ ഇതാ ശിഷ്യന്മാരെല്ലാം നോക്കി നിൽക്കുക. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ ആദ്യത്തെ വാക്യങ്ങളാണ് 11 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടെ യേശു ഈ സ്വർഗാരോഹണം ചെയ്യുന്നത് ഈ ശിഷ്യന്മാര് നോക്കി നിൽക്കുമ്പോ എന്താ? വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ വന്നു. 10-ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം, 11-ാമത്തെ വാക്യം. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. യേശു സ്വർഗത്തിലേക്ക് പോയത് എങ്ങനെയാ? അവിടുന്ന് പൂർണ്ണ ദൈവമായിരുന്നു, അപ്പൊ തന്നെ പൂർണ്ണ മനുഷ്യനുമായിരുന്നു. പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ കർത്താവ് ഒരു മലയിൽ നിന്ന് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ അത് നോക്കി നിന്ന ശിഷ്യന്മാരോട് 2 ദൂതന്മാര് വന്ന് പറയുന്നത് എന്താ? യേശു നിങ്ങൾ കണ്ടതുപോലെ തന്നെ നിങ്ങൾ നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശു സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും.
എന്ന് പറഞ്ഞാൽ എന്താ? അവിടുന്ന് സ്വർഗത്തിൽ പോയിട്ടും അവിടുന്ന് മനുഷ്യത്വത്തെ ഇവിടെ ഉപേക്ഷിച്ചിട്ടല്ല പോയത്. താൻ ഇതേവരെ എങ്ങനെയായിരുന്നു? പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരുന്നു. അപ്പോൾ താന് ആ സ്വർഗത്തിലേക്ക് പോയപ്പോഴും പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി തന്നെയാണ് ആയിരുന്നത്. ആ കർത്താവ് ഇനിയും വീണ്ടും രണ്ടാമത് നമ്മളെ ചേർക്കാൻ വരുമ്പോഴും അവിടുന്ന് എന്താ? പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണേ. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും, എന്നാൽ അത് ഉൾക്കൊള്ളാൻ നിങ്ങളെ കൂടെ നിന്നാലേ അത് മനസ്സിലാവുകയുള്ളൂ. അതായത് നമ്മൾ പറഞ്ഞല്ലോ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ദൈവം എന്നുണ്ടായിരുന്നു? മനുഷ്യനുണ്ടായി കഴിഞ്ഞാണോ? അല്ലെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നിടത്താണോ ദൈവം വന്നത്? അല്ല. അവിടെ കാലം ആരംഭിക്കുന്നതേ ഉള്ളൂ, ടൈം അവിടെ ആരംഭിക്കുന്നതേ ഉള്ളൂ. എന്നാൽ ഈ കാലത്തിനപ്പുറത്ത്, ഉൽപ്പത്തി പുസ്തകം 1:1 എന്തുണ്ട്? കഴിഞ്ഞ കാല നിത്യതയുണ്ട്. ആ കഴിഞ്ഞ കാല നിത്യതയിൽ നോക്കുക, നമ്മൾ ഈ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും കുറിച്ചൊന്ന് ചിന്തിക്കുക. നമുക്ക് കിട്ടിയ വേദ പരിചയം അനുസരിച്ച് ആ കഴിഞ്ഞ കാല നിത്യതയിൽ പിതാവ് പൂർണ്ണ ദൈവമാണ്, പുത്രൻ എന്താ? പൂർണ്ണ ദൈവമാണ്, പരിശുദ്ധാത്മാവ് എന്താ? പൂർണ്ണ ദൈവമാണ്. എന്നാൽ ഈ കാലം മനുഷ്യനെ, ലോകത്തെ സൃഷ്ടിച്ച് മനുഷ്യരിൽ പാപം കടന്ന് ആ പാപത്തിന് പരിഹാരത്തിനായിട്ട് പുത്രനെ ദാസനായിട്ട് ഭൂമിയിലേക്ക് അയക്കുമ്പോൾ യേശു എന്തായി തീർന്നു? യേശു കഴിഞ്ഞകാല നിത്യതയിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അവിടെ കഴിഞ്ഞകാല നിത്യതയിൽ അവിടുന്ന് പൂർണ്ണ ദൈവം മാത്രമായിരുന്നെങ്കിൽ ഇവിടെ നമ്മുടെ മനുഷ്യ സാദൃശ്യത്തിൽ താൻ വന്നപ്പോൾ അവിടുന്ന് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായി തീർന്നു. പൂർണ്ണ മനുഷ്യനുമായി തീർന്ന ഈ യേശു ഇവിടെ വന്ന് മാനവരാശിക്ക് രക്ഷയുടെ ആ വഴി തുറന്ന് കാൽവറി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോകുമ്പം എന്തോ വേണം? സ്വാഭാവികമായിട്ട് എന്തോ വേണം? നമ്മളായിരുന്നെങ്കിൽ എന്തോ ചെയ്തേനെ? നിങ്ങൾ ദയവായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ കർത്താവിനെ കുറച്ച് പറയുകയല്ല, പക്ഷെ നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്ത് നിന്നൊന്ന് ചിന്തിക്കുക. ഒരു ദൗത്യം പൂർത്തിയാക്കാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് വിട്ടു, നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടു. അന്നേരം നമ്മൾ എന്തോ ചെയ്തു? ഒരു ദാസ്യത്വത്തിന്റെ വേഷം കൂടെ എടുത്തു, പൂർണ്ണ മനുഷ്യത്വം കൂടെ എടുത്തു. പൂർണ്ണ ദൈവമാണ്, അപ്പൊ പൂർണ്ണ മനുഷ്യത്വം കൂടെ എടുത്തു. എന്നിട്ട് ഈ ശുശ്രൂഷ പൂർത്തിയാക്കി, കാൽവറി ക്രൂശിയിലെ ആ ശുശ്രൂഷ പൂർത്തിയാക്കിയിട്ട് മടങ്ങി തിരിച്ചങ്ങ് പോകുമ്പം നമ്മളാണെങ്കിൽ എന്തോ ചെയ്തേനെ? ഈ മനുഷ്യത്വം ഇനിയും വേണ്ട. കാൽവറി ക്രൂശിലെ കാര്യങ്ങൾ ഞാൻ ക്രമീകരിച്ചല്ലോ. ഇവിടെ ഭൂമി ജീവിക്കുമ്പം മനുഷ്യത്വം വേണമായിരുന്നു, ഇനിയിപ്പോ അങ്ങ് സ്വർഗത്തിൽ പോവുക എന്ന് പറഞ്ഞ് ഇതേവരെ ഇട്ടുകൊണ്ടിരുന്ന ഒരു ഉടുപ്പ് ഊരിയിടുന്ന പോലെ ഇവിടെ ഊരിയിട്ടേച്ച് നമ്മള് വീണ്ടും പൂർണ്ണ ദൈവം മാത്രമായിട്ട് നമ്മൾ അങ്ങ് പോകുമായിരുന്നു, ഇല്ലേ? അതോ നിങ്ങളാരും അങ്ങനെ പോകുകയല്ലേ? ദയവായിട്ട് ഹൃദയം ഈ കേൾക്കുന്ന കാര്യങ്ങളിൽ അപ്ലൈ ചെയ്യണേ, ഇല്ലെങ്കിൽ മനസ്സിലാവുകയില്ല. യേശു കാണിച്ച ഈ കാര്യം, യേശു ചെയ്ത ഈ കാര്യം സത്യത്തിൽ ഒരു അത്ഭുതമല്ലേ? എന്താ അവിടുന്ന് ചെയ്തത്? അവിടുന്ന് ഇവിടെ വന്നു, പൂർണ്ണ മനുഷ്യത്വം കൂടെ ഉൾക്കൊണ്ടാലേ തനിക്ക് കാൽവറി ക്രൂശിലെ ഈ പ്രവൃത്തി ചെയ്യാൻ ഒക്കുകയുള്ളൂ. ആ പ്രവൃത്തി ചെയ്തത് ഒരു ദാസനായിട്ടാണ്. എന്നിട്ട് ആ പ്രവൃത്തി തീർത്തു. അല്ലെങ്കിൽ നമ്മള് ഈ പുറപ്പാട് പുസ്തകം 21 വായിച്ച ദാസന്റെ അനുഭവത്തോട് ചേർത്ത് ചിന്തിച്ചാൽ, യേശു ഒരു ദാസരൂപമെടുത്ത് ഈ പിതാവായ യജമാനന് കീഴടങ്ങി 6 വർഷം ജീവിച്ചതുപോലെ ഈ ഭൂമിയിലെ 33.5 വർഷം പൂർത്തിയാക്കി. അത് പൂർത്തിയാക്കിയിട്ട് യേശു ഈ ദാസന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? സ്വതന്ത്രനായിട്ട് പോകാം. മനുഷ്യത്വത്തിന്റെ ഈ വസ്ത്രം കൊണ്ട് നടക്കണ്ട, അത് വേണമെങ്കിൽ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാം. പക്ഷെ ഇവിടെ യേശു എന്തോ ചെയ്തു? ഇവിടെ യേശു അങ്ങനെ ചെയ്തില്ല. ഈ എബ്രായ ദാസനെ പോലെ താൻ എന്തോ പറഞ്ഞു? ഞാന് എന്റെ മനുഷ്യത്വം വിടുന്നില്ല എന്ന് പറഞ്ഞ് യേശു
പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിട്ടാണ് സ്വർഗത്തിലായിരിക്കുന്നത്. അവിടുന്ന് ഇനി വീണ്ടും നമ്മളെ ചേർക്കാൻ വരുമ്പോഴും എന്താ? പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാ. ഇതിനുശേഷം വെളിപ്പാട് പുസ്തകം തീർന്നു. വെളിപ്പാട് പുസ്തകത്തിലെ നമ്മളെല്ലാവരും പറയാറുണ്ടല്ലോ ഇതൊരു അന്ത്യകാലമാണെന്ന്. ഈ അന്ത്യകാലം കഴിഞ്ഞ് വരാൻ പോകുന്ന നിത്യത, കാലം കഴിഞ്ഞ് ടൈം കഴിഞ്ഞിട്ട് വരാൻ പോകുന്ന നിത്യത, ആ നിത്യതയിലും യേശു എന്തായിരിക്കും? അവിടുന്ന് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരിക്കും. എന്തുകൊണ്ട് എനിക്ക് സ്വാതന്ത്ര്യം വേണ്ട? ഞാന് എൻ്റെ ഭാര്യയെയും കുഞ്ഞുങ്ങളെയും യജമാനെയും സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ സ്വതന്ത്രനായി പോവുകയില്ല. എനിക്ക് ഈ ദാസ്യത്വത്തിന്റെ ഇത് മതി ജീവിതകാലം മുഴുവൻ. പറഞ്ഞത് വ്യക്തമാകുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മൾ പലപ്പോഴും യേശു നമ്മളെ സ്നേഹിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും യേശു കാൽവറി ക്രൂശിൽ ആ മുൾമുടി വെച്ചു, തൻ്റെ തലയിൽ ആഞ്ഞടിച്ചു, താന് നിന്ദിക്കപ്പെട്ടു, തൻ്റെ മുഖത്ത് തുപ്പി, ഇതൊക്കെ കർത്താവേ നീ എനിക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിച്ച് കർത്താവിൻ്റെ സ്നേഹത്തെ കർത്താവ് ഏറ്റ ശാരീരിക ക്ലേശങ്ങളുമായിട്ട് മാത്രമാണ് പലപ്പോഴും ചേർത്ത് ചിന്തിക്കുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ കണ്ട ഈ കാര്യം എന്താ? ഈ കണ്ട കാര്യം കർത്താവ് ഇതാ ഈ എബ്രായദാസൻ യേശു ആണെന്ന് എവിടെ പറയുന്നു? ഇതാ നമ്മളിപ്പോ വായിച്ച സങ്കീർത്തനം 40-ാം സങ്കീർത്തനത്തില് നമ്മൾ വായിച്ചത് എന്താ? 40-ാം സങ്കീർത്തനത്തിന്റെ 6-ാം വാക്യത്തിൽ കർത്താവ് പറയുക, ഞാന് ചെവി തുളയ്ക്കപ്പെട്ട ദാസനാണ്. ചെവി തുളയ്ക്കപ്പെട്ട ദാസൻ എന്ന് വെച്ചാൽ ഞാന് ആ ദാസ്യത്വം 6 വർഷം കഴിഞ്ഞ് വിട്ടുകളഞ്ഞ് സ്വാതന്ത്ര്യത്തിലേക്ക് പോകുകയില്ല. കഴിഞ്ഞ കാലം നിത്യതയിൽ, ആദ്യകാല നിത്യതയിൽ പൂർണ്ണ ദൈവം മാത്രമായിരുന്നത് പോലെ പൂർണ്ണ മനുഷ്യത്വത്തെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പൂർണ്ണ ദൈവം മാത്രമായിട്ട് ഞാൻ അങ്ങ് വരാൻ പോകുന്ന നിത്യതയിലും സ്വർഗത്തിലും ഒന്നും ഇനിയും ആയിരിക്കുന്നില്ല. കാരണം എന്താ? യജമാനെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നു, എനിക്ക് കിട്ടിയ കാന്ത, ഞാൻ ഈ ഭൂമി വന്ന് ഈ ദാസ്യത്വത്തിന്റെ പ്രവൃത്തി ചെയ്ത് കാൽവറി ക്രൂശിൽ മരിച്ചത് കൊണ്ട് സഭയെന്നൊരു കാന്തയെ എനിക്ക് തന്നിരിക്കുന്നു. എനിക്ക് കുഞ്ഞുങ്ങളുണ്ട്. അതാരാ? നമ്മളാ. ഞാൻ എൻ്റെ കാന്തയെ സ്നേഹിക്കുന്നു, എൻ്റെ മക്കളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യില്ല, ഞാൻ ഇനി സ്വതന്ത്രനായി പോവുകയില്ല എന്ന് പറഞ്ഞ് കർത്താവ് ആ പൂർണ്ണ മനുഷ്യത്വത്തെ കൂടെ തൻ്റെ അസ്തിത്വത്തിന്റെ ഭാഗമായിട്ട് ഏറ്റെടുത്തു എന്ന് വേദപണ്ഡിതന്മാർ പറയുമ്പോൾ അതെത്ര വലിയൊരു കാര്യമാണ്. അതിന് കർത്താവിനെ പ്രേരിപ്പിച്ച കാര്യം എന്താണ് പ്രിയപ്പെട്ടവരെ? എന്നോടും നിങ്ങളോടും സഭയോടും ഒക്കെയുള്ള സ്നേഹം മാത്രമാണ്. മനസ്സിലായോ? അങ്ങനെ കർത്താവ് ഇത്രയും വലിയ ത്യാഗം നമുക്ക് വേണ്ടി ചെയ്തു എന്നുള്ളത് നമ്മൾ പലപ്പോഴും ധ്യാനിക്കാറില്ല. നമ്മൾ പലപ്പോഴും അവൻ അടിയേറ്റു, തുപ്പലേറ്റു, നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഈ ഭൂമി വന്നു, ഇത് മാത്രമേ നമ്മൾ കാണാറുള്ളൂ. എന്നാൽ എന്നെയും നിന്നെയും നേടിയെങ്കിലും നമ്മളോട് താതാത്മ്യം പ്രാപിക്കാൻ വേണ്ടി ഇന്നും അവിടുന്ന് സ്വർഗത്തിൽ ഇരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ സത്യത്തിൽ വിശ്വാസികളാണെങ്കിലും നമ്മൾ എന്താ? മനുഷ്യര് തന്നെയാണ്. ആ മനുഷ്യത്വത്തിൽ നമ്മൾ എന്ത് വേണ്ട? അതിനെക്കുറിച്ച് ലജ്ജിക്കണ്ട. പാപത്തെക്കുറിച്ച് ലജ്ജിക്കാം. പക്ഷെ നമ്മളെ മനുഷ്യരായി സൃഷ്ടിച്ചത് ദൈവം തന്നെയാണ്. നമുക്ക് ചില ആശങ്കകൾ ഉണ്ടാകാം, നമുക്ക് ചില വിഷമങ്ങൾ ഉണ്ടാകാം. കർത്താവ് പറഞ്ഞു, എൻ്റെ ഈ കുഞ്ഞുങ്ങളുടെ ആശങ്കകളും വിഷമങ്ങളും ഒക്കെ എനിക്ക് മനസ്സിലാകണം, എനിക്കത് ഉൾക്കൊള്ളണം, അവരുടെ പ്രാർത്ഥന കേൾക്കണം. ഞാന് ഈ പൂർണ്ണ മനുഷ്യത്വത്തെ ഉപേക്ഷിച്ചിട്ട് ഭൂമിയിൽ കളഞ്ഞിട്ട് പൂർണ്ണ ദൈവത്വത്തെ മാത്രം പിടിച്ചുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഞാൻ നിത്യകാലം ഇനിയും എന്തായിരിക്കും? പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിരിക്കും. ഞാൻ പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ, കർത്താവ് പൂർണ്ണ ദൈവമാണ്, പൂർണ്ണ മനുഷ്യനാണ്. അവിടത്തേക്ക് വേണമെങ്കിൽ ഈ ക്രൂശിലെ പ്രവൃത്തി കഴിഞ്ഞിട്ട് ഇത് വിട്ടുകളയാമായിരുന്നു. ഈ എബ്രായദാസൻ 6 കൊല്ലം കഴിഞ്ഞിട്ട് ഈ ദാസ്യത്വം വിട്ടുകളഞ്ഞിട്ട് സ്വാതന്ത്ര്യത്തിലേക്ക് പോകാമായിരുന്നു. പക്ഷെ അവൻ അന്നേരം പറഞ്ഞു, ഇല്ല, ഞാൻ പോകുന്നില്ല. ഞാന് യജമാനെ സ്നേഹിക്കുന്നു,
എൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നു, സ്വതന്ത്രനായിട്ട് പോവുകയില്ല. ഈ പൂർണ്ണ മനുഷ്യത്വം എന്ന ആ ദാസ്യ രൂപം പൂർണ്ണ ദൈവത്വത്തോട് ചേർത്ത് ഞാൻ വരും കാലങ്ങളിൽ നിത്യകാലം ഞാൻ അതോടെ പിടിക്കുന്നു. ഓ, കർത്താവിന് നമ്മളോടുള്ള സ്നേഹത്തെ ഒരു പുതിയ ഡയമെൻഷനിൽ കാണാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് കഴിയുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് മനസ്സിലായോ? പൂർണ്ണ മനുഷ്യത്വത്തെ കൂടെ അവിടുന്ന് പിടിച്ചു എന്നുള്ള കാര്യത്തോട് ചേർത്താണ്. പല വാക്യങ്ങൾ വായിക്കാനായിട്ട് നമുക്ക് കഴിയും, പക്ഷെ അതെല്ലാം വായിക്കാനായിട്ട് സമയമെടുക്കുന്നില്ല. ഈ ഇപ്പോഴും നമ്മൾ വായിച്ച പുറപ്പാട് പുസ്തകത്തിലെ ആ വാക്യത്തോട് ചേർത്ത് ഇതേ കാര്യം തന്നെ ഈ എബ്രായദാസൻ ഇങ്ങനെ താന് സ്വതന്ത്രനായിട്ട് പൊക്കൊള്ളാൻ പറഞ്ഞിട്ടും പോകാതിരിക്കുന്നതിനെ കുറിച്ച് വേറൊരിടത്ത് ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്. അവിടെ ആവർത്തന പുസ്തകത്തിൽ പറയുമ്പോൾ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ആ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ആവർത്തന പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 16-ാമത്തെ വാക്യം, ആവർത്തന പുസ്തകം 15:16. ഇവിടെ ഇതാ ആ എബ്രായദാസന്റെ കാര്യം തന്നെ പറയുന്നത്. എബ്രായദാസന്റെ 6 കൊല്ലം കഴിഞ്ഞു. 7-ാമത്തെ കൊല്ലത്തിൽ ആ യഹൂദനായ യജമാനൻ അവനെ വിട്ടയക്കുമ്പം പുറപ്പാട് പുസ്തകത്തിൽ അവൻ പോകാത്തതിന് കാര്യമായിട്ട് എന്തൊക്കെയാ പറഞ്ഞത്? ഒന്നെന്ന് പറഞ്ഞത് യജമാനെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. 2 എന്ന് പറഞ്ഞത് എന്താ? എൻ്റെ ഭാര്യയെ ഞാൻ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ സഭയെ സ്നേഹിക്കുന്നു. 3 പുത്രിപുത്രന്മാരെ സ്നേഹിക്കുന്നു. ഇതിനെ നമ്മൾ എന്തിനോട് പറഞ്ഞു? യേശു കർത്താവ് പിതാവിനോടുള്ള സ്നേഹം, പിതാവിനോടുള്ള കീഴടക്കം. യജമാനെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. 2 എൻ്റെ ഭാര്യയെ, എൻ്റെ കാന്തയെ സ്നേഹിക്കുന്നു, സഭയെ സ്നേഹിക്കുന്നു. 3 പുത്രിപുത്രന്മാരായ നമ്മെ ഓരോരുത്തരെയും നമ്മുടേതായ പരിമിതികൾക്കുള്ളിൽ നിന്ന് മനസ്സിലാക്കാൻ അവിടുന്ന് ആ നിലയിൽ നമ്മളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ സ്വതന്ത്രനായി പോകുന്നില്ല എന്ന് കർത്താവ് അവിടെ പറഞ്ഞതായിട്ടാണ് നമ്മൾ ആ എബ്രായദാസന്റെ അനുഭവത്തോട് ചേർത്ത് നമ്മൾ പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ വായിച്ചത്. പക്ഷെ ഇവിടെ ആവർത്തന പുസ്തകം 15:16 വേറൊരു കാര്യം കൂടെ, അവൻ പോകാതിരിക്കുന്നതിന് പുറപ്പാട് പുസ്തകത്തിൽ പറയാത്ത ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതെന്താണെന്നറിയാമോ? എന്നാൽ അവൻ നിന്നെയും നിന്റെ കുടുംബത്തെയും സ്നേഹിക്കൊണ്ടും. എബ്രായ ആ യജമാനോട് പറയുക, നിന്റെ അടുക്കൽ അവന് സുഖമുള്ളത് കൊണ്ടും ഞാൻ നിന്നെ വിട്ടുപോകയില്ല എന്ന് നിന്നോട് പറഞ്ഞാൽ നീ ഒരു സൂചി എടുത്ത് അവന്റെ കാത് വാതലിനോട് ചേർത്ത് കുത്തിത്തുളയ്ക്കണം. പിന്നെ അവൻ എന്നും നിനക്ക് ദാസനായിരിക്കണം. പ്രിയപ്പെട്ടവരെ, യേശു കാത് തുളയ്ക്കപ്പെട്ട ഒരു ദാസന്റെ പ്രതിബദ്ധതയോടെയാണ് ഇന്നായിരിക്കുന്നതെന്ന് പറഞ്ഞു. ഈ കർത്താവിന്റെ ഈ സ്നേഹത്തെ കാണുമ്പം നമ്മളും എന്താണ്? ഈ ക്രിസ്തീയതയോട് കാത് തുളയ്ക്കപ്പെട്ട ഒരു പ്രതിബദ്ധത നമുക്കുണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞത്, നമ്മൾ കർത്താവിനെ സ്വീകരിച്ചു, കർത്താവിനെ ഏറ്റു പറഞ്ഞു, ഇന്ന മാസം 3-ാം തീയതി ഏറ്റു പറഞ്ഞു, ഞാൻ എന്തായാലും മരിക്കുമ്പോൾ സ്വർഗത്തിൽ പൊക്കോളും. ഓ, ഇത്രയും ഒക്കെ അങ്ങ് റാഡിക്കലായിട്ടൊക്കെ ജീവിക്കണം? ഇവർ ഈ പറയുന്ന പോലെ ഇത്രയും ഒക്കെ ജീവിക്കണം? എങ്ങനെയാലും സ്വർഗത്തിൽ പോയാൽ മതിയല്ലോ, രക്ഷിക്കപ്പെട്ടു, സ്വർഗത്തിൽ പോകും. അപ്പൊ പിന്നെ കുറച്ച് ആത്മീയ കാര്യവും കുറച്ച് ഈ ലോകത്തിന്റെ കാര്യവും ഒക്കെ കൂടെ പിടിച്ചോണ്ട് ജീവിക്കാൻ ആരെങ്കിലും ആ നിലയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ കേട്ട കർത്താവ് നമ്മെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ആ നിലയിൽ താൻ ആ ദാസ്യത്വം എന്നേക്കുമായിട്ട് അതുകൂടെ എടുത്തു എന്ന് നമ്മൾ പറഞ്ഞവിടത്തുനിന്ന് നമ്മൾ മനസ്സിലാക്കിയ ആ സ്നേഹം നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയാൽ എന്ത് പറ്റും? നമ്മളും ഒരു ശരാശരി ക്രിസ്തീയത കൊണ്ട് തൃപ്തിപ്പെടുകയില്ല. നമ്മളും ഈ എബ്രായദാസനെ പോലെ ഈ ക്രിസ്തീയതയോട്, ദൈവസ്നേഹത്തോട് നമ്മൾ അടുത്തു വന്നു. നമ്മളും പറയും, ഞാന് ഈ ലോകത്തിലേക്ക് സ്വതന്ത്രനായിട്ട് പോകുന്നില്ല. ഇനിയും ഞാൻ കർത്താവെ നിന്റെ സ്നേഹത്തെ ഞാൻ അറിഞ്ഞു, ഞാൻ എന്തോ ചെയ്യും? ഞാന് ഇതിൽ തന്നെ ജീവിതം. എനിക്കിനി ഇതിൽ നിന്ന് സ്വാതന്ത്ര്യം വേണ്ട, എനിക്ക് ഇതിൽ നിന്നൊരു സ്വാതന്ത്ര്യം വേണ്ട. ഇവിടെ ഈ
സ്വാതന്ത്ര്യമില്ലാത്തത് എന്ന് ലോകക്കാര് പറയുന്ന ഈ ക്രിസ്തീയതയോടുള്ള കമ്മിറ്റ്മെന്റ് ആണ് എനിക്ക് സുഖം. ഇവിടെ കണ്ടോ, അവൻ പറയുക, ഞാന് നിന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെന്നിരിക്കട്ടെ, ഈ ദാസന്റെ സ്ഥാനത്ത് കർത്താവിന്റെ സ്നേഹത്തോടുള്ള പ്രതിസ്പന്ദനമായി നമ്മൾ ആ സ്നേഹത്തെ മനസ്സിലാക്കിയാൽ, നമ്മളും തിരിച്ച് ഇതേപോലെ സ്നേഹിച്ചാൽ നമ്മൾ പറയും, ഞാന് കർത്താവെ നിന്റെ കുടുംബത്തെ, നിന്റെ സഭയെ ഞാൻ സ്നേഹിക്കുന്നു. മാത്രമല്ല, ഇവിടെ എനിക്ക് സുഖമുള്ളത്, ഇവിടെ എനിക്ക് സുഖമുള്ളത്. ശരിയല്ലേ? ക്രിസ്തീയ ജീവിതത്തിൽ ചില വർഷങ്ങൾ വന്നിട്ടുള്ള പ്രിയപ്പെട്ടവരോട് ചോദിച്ചു നോക്ക്. ഇനിയിപ്പം പഴയ കൂട്ടുകാരാരെങ്കിലും, സുഹൃത്തെ വാ, നമുക്ക് ഇച്ചിരി പഴയതുപോലെ, പണ്ട് നീ നമ്മളും എല്ലാം കൂടി ഇന്ന പോലൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് വാ എന്ന് പറഞ്ഞ് മദ്യപിക്കാൻ വിളിച്ചെന്നിരിക്കട്ടെ, നമ്മൾ ആരേലും പോകും? ഞാൻ വരുന്നില്ല, ഞാൻ വരുന്നില്ല. എടാ, അവിടെ സുഖമുണ്ട്, അവിടെ ചെന്ന് മദ്യപിച്ച് ഒക്കെ നല്ല സുഖമല്ലേ? അപ്പൊ നമ്മൾ പറയും, എനിക്ക് അതിലല്ല സുഖം, എന്റെ സുഖം ഞാൻ ഇതിൽ കണ്ടെത്തി. ഇവിടെ ഇതാ എബ്രായദാസൻ പറയുന്നു, നിന്റെ കുടുംബത്തെ സ്നേഹിക്കൊണ്ടും ഇവിടാണ് അവന് സുഖം. ഈ ഒരു കമ്മിറ്റ്മെന്റിലാണ് അവന് സുഖം. ചെവി തുളയ്ക്കപ്പെട്ട പ്രതിബദ്ധതയോടെ കർത്താവിനെ സേവിക്കുന്നതിലാണ് അവന്റെ സുഖം. പ്രിയപ്പെട്ടവരെ, ഈ നിലയിൽ നമ്മൾ നമ്മുടെ ക്രിസ്തീയതയെ കൊണ്ടുപോകും എന്നത് നമ്മൾ വാക്കും ഭാഷണവും കൂടാതെ നമ്മൾ ഏറ്റുപറയുകയാണ് ചെയ്യുന്നത്. കർത്താവെ, നീ എനിക്കായിട്ട് മരിച്ചു, നിന്റെ ആ സ്നേഹത്തെ അറിയുമ്പോൾ എന്ന് മാത്രമല്ല, എനിക്ക് വേണ്ടി മരിക്കുക മാത്രമല്ല, നീ പൂർണ്ണ മനുഷ്യനായിട്ട് കൂടെ, പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനായിട്ട് ഇനിയും വരാൻ പോകുന്ന നിത്യതയിലും ആയിരിക്കും എന്ന് പറയുമ്പോൾ, നീ എന്നെ സ്നേഹിച്ച സ്നേഹം എത്ര വലുതാണ്, എത്ര വലിയ സ്നേഹമാണ് നീ എന്നെ സ്നേഹിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ സ്നേഹത്തിന്റെ മുമ്പിൽ എനിക്കൊരു ശരാശരി ക്രിസ്തീയത കൊണ്ട് ജീവിക്കാനൊക്കെയല്ല. ഞാനും എന്നെ തന്നെ പൂർണ്ണമായിട്ട് കൊടുക്കുന്നു. ഈ സ്നേഹത്തിന് അങ്ങനെ ഒരു കാര്യമുണ്ട്. സ്നേഹം, നമ്മളോട് ഒരാൾക്കൊരു സ്നേഹം ഉണ്ടെങ്കിൽ ആ സ്നേഹത്തെ നമ്മൾ യഥാർത്ഥത്തിൽ കണ്ടാൽ ആ സ്നേഹം സ്നേഹത്തെ വിളിക്കുന്നു. 42-ാം സങ്കീർത്തനത്തിൽ അങ്ങനെ ഒരു വാക്യം നമ്മളെ കാണുന്നുണ്ട്. 42-ാം സങ്കീർത്തനത്തിലല്ലേ, അതിന്റെ 7-ാമത്തെ വാക്യം കണ്ടോ, നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴി ആഴിയെ വിളിക്കുന്നു. ഇംഗ്ലീഷിൽ നമ്മൾ ആ ഭാഗം വായിക്കുന്നത് ഡീപ്പ് കോളത്ത് ഡീപ്പ് എന്നാണ്. എന്ന് വെച്ചാൽ ആഴം ആഴത്തെ വിളിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ സ്നേഹിച്ച ആ സ്നേഹത്തിന്റെ ആഴം എന്തോ ചെയ്യുന്നു? നമ്മിലും കർത്താവിനോടുള്ള ഒരു സ്നേഹത്തിന്റെ ആഴത്തെ വിളിച്ചുണർത്തും. സ്നേഹത്തിന് അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മളെ ഒരാൾ സ്നേഹിച്ചാൽ ആ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മളും എന്ത് ചെയ്യും? അതിനോടുള്ള പ്രതിസ്പന്ദനമായിട്ട് ആഴത്തെ വിളിക്കുന്നു. ഡീപ്പ് കോളത്ത് ഡീപ്പ്. സ്നേഹം സ്നേഹത്തെ വിളിക്കുന്നു. ദൈവം നമ്മളെ സ്നേഹിച്ചാണ് താൻ കാൽവറി ക്രൂശിൽ ഈ രക്ഷണ പ്രവൃത്തി ചെയ്തതും താൻ എന്ത് ചെയ്തതും. താൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിട്ട് വരാൻ പോകുന്ന നിത്യതയിലും ആ നിലയിൽ നമ്മളോട് താതാത്മ്യപ്പെടാൻ വേണ്ടി ചെവി തുളയ്ക്കപ്പെട്ട ഒരു പ്രതിബദ്ധതയോടെ ആയിരിക്കുന്നു എന്നതിൻ്റെ ആഴം നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ കർത്താവിനോട് പറയും, കർത്താവേ, ഞാനൊരു ശരാശരി ക്രിസ്ത്യാനിയായിട്ട് എങ്ങനെയും ഇങ്ങ് സ്വർഗത്തിൽ പോയാൽ മതി എന്നുള്ള നിലയിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? ഞാന് ഇനി എനിക്ക് സ്വാതന്ത്ര്യം വേണ്ട, ഈ ലോകത്തിലെ സ്വാതന്ത്ര്യം വേണ്ട, ജഡത്തിന്റെ പ്രവർത്തികൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വേണ്ട. ആ സ്വാതന്ത്ര്യമൊക്കെ ഞാൻ ബലി കഴിച്ച് ഞാൻ നിന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നു, നിന്റെ ഈ വീടിനെ, നിന്റെ ഈ സഭയെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് മാത്രമല്ല, ഇവിടാണ് എനിക്ക് സുഖമുള്ളത്. വെളിയിലെങ്ങും ഈ ജഡത്തിന്റെ പ്രവൃത്തികളുടെ പിന്നാലെ പോയാൽ ലോകക്കാർക്ക് അത് സുഖം ഉണ്ടായിരിക്കും. ഈ ലോകത്തിൻ്റെതായ ഇമ്പങ്ങളുടെ പിന്നാലെ പോകുന്നത് മറ്റുള്ളവർക്ക് സുഖമായിരിക്കും. പക്ഷേ നോ, എനിക്കതിലല്ല സുഖം, ഇതിലാണ് സുഖം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നു, ഇവിടെ എനിക്ക് സുഖവുമുണ്ട്, അതുകൊണ്ട് എനിക്ക് സ്വാതന്ത്ര്യം വേണ്ട എന്ന് ആവർത്തന പുസ്തകത്തിൽ നമ്മൾ വായിച്ച ആ വാക്യം നമ്മളെ സംബന്ധിച്ചും
നമുക്ക് അത് നമുക്ക് നമ്മുടെ ഒരു പ്രതിബദ്ധതയായിട്ട്, ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ട് ഇന്ന് നമുക്ക് എടുക്കാൻ ഒക്കുമോ? നമുക്ക് ആ നിലയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാൻ ഒക്കുമോ?